ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഓട്സ് വെച്ചിട്ടൊരു ദോശ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പിൽ ഞാനൊരു കപ്പ് അളവിൽ ഓട്സ് എടുത്ത് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കപ്പ് ഓട്സിന് ഒരു കപ്പ് വെള്ളം തന്നെ ഒഴിച്ചിട്ടാണ് കേട്ടോ ഇത് കുതിർക്കാൻ വെച്ചിരിക്കുന്നത്. കുറേ എമൗണ്ട് ഒന്നും ഉണ്ടാക്കുന്നില്ല, ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ദോശ ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതൊന്ന് മൂടി വയ്ക്കാം നമുക്ക്. ഒരു അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമ്മളുടെ ഓട്സ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിനോടൊപ്പം ഒരു 3 ചെറിയ ചുവന്നുള്ളി ചേർക്കാം. പിന്നെ ഒരു പച്ചമുളക്, നമുക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ 2 ചേർക്കാം കേട്ടോ. ഞാനിത് 1 ചേർക്കുന്നുള്ളൂ. അതും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് നല്ല ഫൈനായിട്ട് അരച്ചിട്ട് വരാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ട് അരച്ചിട്ടില്ല. നമ്മൾ കുതിരാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിരുന്നല്ലോ, ആ വെള്ളമാണ് ഞാനിതിൽ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഇത് ആവശ്യാനുസരണം ദോശമാവിൻ്റെ ഒരു അയവിൽ നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് കലക്കിയെടുക്കാം കേട്ടോ. അരച്ചെടുത്ത മാവ് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളത്തിൽ നിന്ന് ഒരു കുറച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അരക്കണ നേരത്ത് ഉപ്പ് ചേർക്കാം കേട്ടോ. ഞാനത് മറന്നു പോയതുകൊണ്ടാണ് ഇപ്പോൾ ചേർക്കണം. ഇപ്പോൾ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ മാവ് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതൊരു 5 മിനിറ്റ് മൂടി വെക്കാം. മൂടി വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇപ്പം തന്നെ ചുടാം. പക്ഷേ എനിക്ക് കുറച്ച് ജോലികൾ തീർക്കാനുള്ള കാരണം ഞാനത് മൂടി വെക്കുകയാണ് 5 മിനിറ്റ് മൂടി വെച്ചാൽ കുറച്ചും കൂടി നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ദോശ കിട്ടും കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് നമുക്ക് മൂടി വെക്കാം. അതായത് ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും തുറന്നെടുത്ത് അതിലേക്ക് ബാക്കി നേരത്തെ മിക്സിയുടെ അടി കഴുകിയ വെള്ളം ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സാക്കിയിട്ട് ഞാൻ ദോശ ചുടാൻ തുടങ്ങാം കേട്ടോ. ദോശത്തവ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു തവി ഓട്സ് ദോശമാവ് കോരി ഒഴിച്ചിട്ട് ആവശ്യാനുസരണം ഒക്കെ പരത്തിയെടുക്കുക. എന്നിട്ട് നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. നല്ല മൊരിഞ്ഞ ദോശയാണ് എനിക്കിഷ്ടം, അതുകൊണ്ട് നല്ല മൊരിഞ്ഞെടുക്കുന്നതാണ് നല്ലത്. വേണമെന്ന് വെച്ചാൽ അതിലേക്ക് കുറച്ച് എണ്ണ തൂവി കൊടുക്കാം കേട്ടോ. എന്തെണ്ണയാണ് നമ്മൾ ദോശ ഉണ്ടാക്കാൻ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ആ എണ്ണ തൂവി കൊടുക്കാം. ഹെൽത്തി വൈസ് ചിന്തിക്കുമ്പോൾ എണ്ണ ഒഴിവാക്കുന്നതാണ് നല്ലത്. എന്നാലും കുഴപ്പമില്ല, നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടിയിലൊന്നും പിടിക്കില്ല. എണ്ണ ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ദോശ ഒരു വശം മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഒരു വശം കൂടി മറിച്ചിട്ടിട്ട് നന്നായിട്ട് മുരിയിച്ചെടുക്കാം. അപ്പോൾ ആദ്യത്തെ ദോശ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ദോശയ്ക്ക് മാവ് കോരി ഒഴിക്കുകയാണ് കേട്ടോ. അതും കൂടി നന്നായിട്ടൊന്ന് പരത്തിയൊക്കെ എടുത്ത് 2 വശം മറിച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം.
ഇതപ്പോൾ ഞാനങ്ങനെ ഓരോരോ ദോശകളായിട്ട് ചുട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഡയറ്റ് പ്ലാൻ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഷുഗറൊക്കെ ഉള്ളവർക്കൊക്കെ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇവിടെ എൻ്റെ ഹസ്ബൻഡിന് ഷുഗർ പേഷ്യൻ്റാണ് ഹസ്ബൻഡ്. അതുകൊണ്ട് തന്നെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് ഞാനിത് പ്രത്യേകിച്ച് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുറച്ചെടുത്തത്, ഒരു കപ്പൊക്കെ എടുത്തത്. അപ്പോൾ രാവിലെ പിന്നെ ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്. അപ്പം തന്നെ കുതിർത്ത് അപ്പം തന്നെ അരച്ചെടുക്കാമല്ലോ. അതുകൊണ്ട് വളരെ ഈസി ആയിട്ടുള്ളൊരു ദോശയാണ് ഓട്സ് ദോശ. ഇതപ്പോൾ ഓട്സ് ദോശയൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് ഓട്സ് കൊണ്ട് നമുക്ക് ഒരു 6 ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി കൂടുതൽ എമൗണ്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് എന്നുള്ളത് 2 കപ്പ് 3 കപ്പൊക്കെ ആക്കിയാൽ മതി. ഇവിടെ ഇപ്പോൾ ഇത്രയേ ആവശ്യമുള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. അപ്പോൾ ഈ ദോശയുടെ കൂടെ നമുക്ക് സാമ്പാർ കൂട്ടി കഴിക്കാം. ഒരു കറി ഇല്ലെങ്കിൽ നമുക്കിത് കഴിക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. ഹാവ് എ നൈസ് ഡേ.